സുരേഷ് ഗോപി ചിത്രം JSKക്ക് പ്രദർശനാനുമതി സെൻസർ ബോർഡാണ് അനുമതി നൽകിയത്. ചിത്രം റീ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം ബോർഡിന് സമർപ്പിച്ചിരുന്നു. KM ഉമേഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ഉമേഷ്, സെൻസർ ബോർഡ് പറഞ്ഞതുപോലെ തന്നെ ജാനകി എന്ന പേരിൽ എൻഷിൽ ഉൾപ്പെടെ ചേർത്തുള്ള പുതിയ പതിപ്പ് വരികയാണല്ലേ? അതെ അസിത, ഈ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത് പ്രകാരം ഉള്ള മാറ്റങ്ങൾ വരുത്തിയാണ് കഴിഞ്ഞ ദിവസം ഈ റീ എഡിറ്റ് ചെയ്ത പതിപ്പ്, ജാനകിയുടെ റീ എഡിറ്റ് ചെയ്ത പതിപ്പ് സമർപ്പിച്ചത്. തിരുവനന്തപുരത്ത് സെൻസർ ബോർഡ് ആസ്ഥാനത്തേക്ക് അത് എത്തിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ജൂറി അത് കാണുകയും ചെയ്തു. അത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ സെൻസർ ബോർഡ് അനുമതി നൽകിയിരിക്കുന്നത്, പുതിയ പതിപ്പിന് അനുമതി നൽകിയിരിക്കുന്നത്. ഇത് കോടതിയിൽ ഏറെ നാൾ അതിന്റെ വാദപ്രതിവാദങ്ങൾ നടന്നതാണ്. ഒടുവിൽ സെൻസർ ബോർഡും അവരുടെ ആദ്യത്തെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നു. ഇതിന്റെ പേര് പൂർണ്ണമായി മാറ്റണമെന്നും 96 ഇടത്ത് കട്ട് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ ആവശ്യം. എന്നാൽ പിന്നീട് അതിൽ അവർ മാറ്റങ്ങൾ വരുത്തി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായി. ഒടുവിൽ പറഞ്ഞത് ഈ ജാനകി എന്ന പേരിന് പകരം ഇനീഷ്യൽ ഒപ്പം ചേർക്കണം. കോടതി രംഗങ്ങളിൽ ഈ ജാനകിയെ വിസ്തരിക്കുന്ന ഭാഗത്ത് ജാനകിയുടെ പേര് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അത് ഒടുവിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അതിന് വഴങ്ങുകയായിരുന്നു, അത് സമ്മതിക്കുകയായിരുന്നു. അത്തരത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട്, അതായത് ഈ 2.5 മിനിറ്റോളം വരുന്ന സീനിൽ 6 ഇടത്ത് ഈ ജാനകി എന്ന് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്യുകയും ടൈറ്റിലിൽ ജാനകി V എന്ന മാറ്റം വരുത്തിക്കൊണ്ടുള്ള പുതിയ പതിപ്പിനാണിപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തിയേറ്ററുകളിൽ എത്തിക്കണം എന്നുള്ളതാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ മാസം 18-ന് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാനാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അസിത.